നമുക്ക് ആർക്കും ഒരാളുടെയും അടിമയാവാൻ താല്പര്യമില്ല. ആരുടെയും കീഴിൽ പ്രവർത്തിക്കാനും നമുക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷെ നമ്മൾ ചില സാധനങ്ങളുടെ, ചില കാര്യങ്ങളുടെ അടിമകളാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. വചനം പറയുന്നു, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിന്റെ അടിമകളാണ്. കാരണം എന്തിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ വികാരത്താൽ ഞാൻ തോൽപ്പിക്കപ്പെടുകയാണ്. ഞാൻ ചില പണത്തോടും അധികാരത്തോടും ആർത്തി കാണിക്കുമ്പോൾ ഈ പണത്താലും അധികാരത്താലും ഞാൻ തോൽപ്പിക്കപ്പെടുകയാണ്. ചില വ്യക്തികളോട് അമിതമായ ഭ്രമം ഞാൻ കാണിക്കുമ്പോൾ ആ വ്യക്തികളാൽ ഞാൻ തോൽപ്പിക്കപ്പെടുകയാണ്. ഞാൻ അതിൻ്റെ അടിമയാവുകയാണ്. ഇത് തിരിച്ചറിയാൻ പറ്റിയാൽ മതി. ഞാൻ എവിടെയാണ് തോൽപ്പിക്കപ്പെടുന്നത്? ഞാൻ എന്തിനോടാണ് അമിതമായ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്? അതിനാൽ ഞാൻ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത് നല്ലതാണെന്ന് പറയാം. പക്ഷെ പണത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ, അതത്ര നല്ലതൊന്നുമല്ല. ഭക്ഷണത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അധികാരത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. സുഖത്തേക്കാൾ, സൗകര്യത്തെക്കാൾ ഒക്കെ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതൊന്നും അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളുടെ അടിമകളാണ്. ചിലവർ എന്നെ തോണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആക്രോശിക്കുവാറുണ്ട്. കാരണം ഞാൻ എൻ്റെ അടിമയാണ്. ഞാൻ എന്തിൻ്റെ അടിമയാണെന്ന് തിരിച്ചറിയാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.